എന്തൊക്കെയായിരുന്നു? മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, എന്നിട്ടിപ്പോൾ ഇന്നലെ ഒന്ന്, ഇന്ന് വേറൊന്ന്. ഇങ്ങനെ ഇതിനെ ന്യായീകരിച്ചുകൊണ്ടും തിരുത്തിയും മറ്റൊരു നിലപാട് കേന്ദ്രത്തിലെടുത്തുകൊണ്ടും അവിടുന്ന് മറുപടി വാങ്ങിച്ച് ഇവിടെയുള്ളവർ വീണ്ടും നുണക്കൊട്ടാരങ്ങൾ പൊളിഞ്ഞു വീഴുകയും ഇതൊക്കെ കണ്ട് നാട്ടുകാരുടെ എനിക്ക് തോന്നുന്നു ആളുകൾ എന്തായിരിക്കും, പ്രേക്ഷകരടക്കം ജനങ്ങൾ, ഇവിടെയുള്ള ജനങ്ങൾ എന്തായിരിക്കും ഇപ്പോൾ കരുതുന്നുണ്ടാവുക എന്ന് ഞാനിങ്ങനെ കേൾക്കുക. ചില പ്രതികരണങ്ങളൊക്കെ നമുക്കൊക്കെ ലഭ്യമാണ്, നമ്മൾ കോഴിക്കോട് നിന്നും അല്ലാതെയൊക്കെ പ്രതികരണങ്ങൾ എടുത്തിരുന്നു. എന്നാലും ഇത് എന്തൊരു തരം രാഷ്ട്രീയ അവസ്ഥയാണ് നിലവിൽ UDF വന്ന് ഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു PM ശ്രീയോടുകൂടി ഇതൊരു വല്ലാത്ത ശ്രീയാവുകയാണ് നിലവിൽ UDF-നെ സംബന്ധിച്ച്. അല്ല, ഇത് ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് വിഷയമാവാൻ കാരണം ഇന്നിപ്പോൾ പാളയം ഇമാം ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് മുന്നോട്ട് വെച്ചതാണ് PM ശ്രീ. അപ്പോൾ PM ശ്രീ വഴി ഈ സംഘപരിവാറിൻ്റെ വിദ്യാഭ്യാസ പദ്ധതി അത് സംസ്ഥാനത്ത് നടപ്പാക്കാൻ വേണ്ടി അന്നത്തെ പിണറായി സർക്കാർ ശ്രമിക്കുന്നു എന്ന വാദമാണ് മുന്നോട്ട് വച്ചിരുന്നത്. അപ്പോൾ അത് ആ നിലയ്ക്ക് മുന്നോട്ട് വെച്ച് വിജയിപ്പിച്ച് വോട്ട് നേടി അധികാരത്തിലെത്തി സർക്കാർ, UDF സർക്കാർ. അപ്പോൾ അതിനുശേഷം ആ കാര്യത്തിൽ ഒരു സർക്കാർ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഭരണകക്ഷി എന്ന നിലയ്ക്ക് ഒരു അഭിപ്രായം പറയുമ്പോൾ കുറച്ചുകൂടി അവധാനതയാകാം. ഇക്കാര്യത്തിൽ എനിക്ക് ആകെ ഇവരോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഇനിയൊരു പ്രസ്താവന നടത്തുന്നതിന് മുമ്പ് എന്താണ് PM ശ്രീ എന്ന് ഇവർ പഠിക്കണം. കാരണം ഇവർ പലരുടെയും പ്രസ്താവനയിൽ നിന്ന് PM ശ്രീ എന്താണെന്നോ ഇപ്പോഴതിൻ്റെ സ്ഥിതി എന്താണെന്നോ ഇത് അവസാനിക്കാൻ എത്ര കാലയളവുണ്ട് എന്നോ ഒന്നും ഒരു വ്യക്തതയില്ലാതെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ അതിൻ്റെ വ്യവസ്ഥകൾ എന്തെല്ലാമാണെന്നോ കരാറും ധാരണാപത്രവും ഒന്നാണോ എന്നോ ഈ കാര്യത്തിൽ ഒന്നും ഒരു വ്യക്തത ഇല്ലാത്ത പോലെയാണ് ഇവരെല്ലാവരും പ്രതികരിച്ച് കാണുന്നത്. അതിനപ്പുറം ഒന്ന് അതിനെക്കുറിച്ച് പഠിച്ച് പ്രതികരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഉപസമിതിയെങ്കിലും, ഇപ്പോൾ ഒരു ഉപസമിതിയുണ്ട്, ക്യാബിനറ്റ് ഉപസമിതി, ആ ഉപസമിതിയെങ്കിലും ഈ കാര്യത്തെക്കുറിച്ച് പഠിച്ചിട്ട് വേണം ഇനി അതിനെക്കുറിച്ചൊരു പ്രതികരണം നടത്താൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനിടയ്ക്ക് ദയവ് ചെയ്ത് ഈ സർക്കാരിനെ കുഴപ്പത്തിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഇവിടെ നിന്ന് പോയിട്ടുള്ള രാജ്യസഭാ MP-മാർ ഇനി ചോദ്യം ചോദിക്കുകയും വരുത് പാർലമെൻറ്റിൽ. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. കാരണം വേറൊന്നുമല്ല, ഇത് മുമ്പ് വളരെ പകൽ പോലെ വ്യക്തമായിരുന്ന ചില വിഷയങ്ങളുണ്ട് അന്ന് തന്നെ. അതായത് ആദ്യഘട്ടത്തിൽ LDF സർക്കാരിൻ്റെ കാലത്ത് വിവാദമാകുമ്പോൾ തന്നെ പകൽ പോലെ വ്യക്തമായ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ അതിനുമേൽ ഇങ്ങനെ കരിമ്പടം വിരിച്ചിട്ടാണ് കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. അതായത് ഇപ്പോൾ ഈ കാര്യത്തിൽ LDF-നും ഇന്നലെയും നമ്മൾ ഈ കാര്യങ്ങൾ തന്നെ എടുത്ത് ചർച്ചയ്ക്ക് എടുത്തതായതുകൊണ്ട് ചില ആവർത്തനങ്ങൾ ഉണ്ടാവാം, എന്നാലും ഞാൻ പറയുകയാണ്. അതായത് അന്ന് ഈ 2022 ഈ പദ്ധതി നടപ്പാക്കുമ്പോൾ തന്നെ കോൺഗ്രസ് അതിനനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതായത് കേരളത്തിലല്ല, കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും അപ്പോൾ തന്നെ റെഡിയാണ്. ഹിമാചൽ പ്രദേശും കർണാടകവും അപ്പോൾ തന്നെ ഒപ്പിട്ടിട്ടുണ്ട്. അതിനുശേഷം തൊട്ട് പിന്നാലെ തെലങ്കാന ഒപ്പിട്ടിട്ടുണ്ട് 2023. ഈ മട്ടിൽ അവരെല്ലാം ഇതിൽ ഒപ്പിട്ട് കഴിഞ്ഞു. ഇനി എന്താണ് ഇതിനകത്ത് പ്രശ്നം? എന്താണ്? PM ശ്രീ ഒപ്പിട്ടാൽ ആ സ്കൂളുകളിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നെ പഠനം നടക്കുക എന്നുള്ളതാണ് പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്നത്. ആ കാര്യത്തിൽ എന്താണ് കോൺഗ്രസിൻ്റെ നിലപാട്? അത് രാജസ്ഥാൻ അടക്കം ആ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വളരെ നേരത്തെ തന്നെ ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു അവസ്ഥ. ഈ അവസ്ഥ അതുകൊണ്ട് കോൺഗ്രസിനെ വിടാമെന്ന് ഞാൻ ഇന്നലെ പോലും പറയുന്നത് അതുകൊണ്ടാണ്, നേരത്തെയും ആവർത്തിക്കുന്നതാണ്. പക്ഷെ ലീഗ് അങ്ങനെയല്ല. ലീഗ് വ്യത്യസ്തമായി ഈ കാര്യത്തിലൊരു നിലപാടുണ്ട്. ലീഗിൻ്റെ കയ്യിലാണ് ആ വകുപ്പുള്ളത്. അപ്പോൾ അവർക്ക് ഈ തീരുമാനം എടുക്കുന്നതിനകത്ത് അവർക്കൊരു അധിക ഉത്തരവാദിത്വമുണ്ട്. അതവർ കാണിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട ആശങ്ക. അതായത് അവരതിനകത്ത് ഇപ്പോൾ PM ശ്രീയിൽ വേറൊരു നിവൃത്തിയില്ലെങ്കിൽ ഈ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖല ആകെപ്പാടെ പ്രശ്നത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഫണ്ട് കിട്ടാത്ത അവസ്ഥ ആകെപ്പാടെ ഞെരുക്കുന്നു കേന്ദ്ര സർക്കാർ. അങ്ങനെയെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേറൊരു നിവൃത്തിയില്ലെങ്കിൽ PM ശ്രീയിൽ ഒപ്പിട്ടായാലും ആ കാശ് മേടിച്ചിട്ട് ആ പരിപാടി നടത്തണമെന്നുള്ള അഭിപ്രായം ആണ് എനിക്ക് വ്യക്തിപരമായി ഉള്ളത്. കാരണം അല്ലാതെ ഇതിനെ പ്രതിസന്ധിയിലാക്കി കളയരുതല്ലോ. ഇനി അതല്ല, എന്നിട്ട് അതിന് കേസിന് പോട്ടെ, അതിന് കേസ് വാദിക്കട്ടെ. ഇത് ഈ ഒരു സംസ്ഥാനത്തിൻ്റെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റം കേന്ദ്രം നടത്തിയിരിക്കുന്നു എന്നുള്ളത് സുപ്രീം കോടതിയിൽ വാദിക്കട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും കോടതി വാദിക്കട്ടെ. പക്ഷേ അതിനൊന്നും പോകാതെ ഈ കാര്യത്തിൽ വ്യക്തമായ അഭിപ്രായം, അതായത് ആലോചനയില്ലാതെ പറയുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ പ്രശ്നം. ഇന്നിപ്പോൾ നമുക്ക് മുന്നിൽ വന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്? ഇക്കാര്യത്തിൽ നമ്മളെ സഹായിച്ചതാരാണ്? കേരളീയ സമൂഹത്തെ സഹായിച്ച JB മേത്തറിനും ഈ ഇദ്ദേഹത്തിനും അബ്ദുൾ വഹാബിനും പ്രത്യേകം നന്ദി പറയണം. കാരണം എന്താണ്? കേരളം PM ശ്രീയിൽ ഒപ്പിട്ടിട്ട് PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന്, അതിൽ നിന്ന് ഫണ്ട് വാങ്ങിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് വളരെ കൃത്യമായി ഇല്ല എന്നുള്ള ഉത്തരം JB മേത്തർക്ക് കിട്ടി. ഇനി ഇതിൽ നിന്ന് പിന്മാറിയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അബ്ദുൾ വഹാബിനും ഉത്തരം കിട്ടി. അതോടെ എന്താണ് നമുക്ക് മനസ്സിലായത്? കേരളം തൽക്കാലം ഇതുവരെ PM ശ്രീയിൽ നിന്ന് ഒരു രൂപ പോലും മേടിച്ചിട്ടില്ല. ഇനി പിന്മാറിയാലും വേറെ കുഴപ്പമൊന്നുമില്ല, PM ശ്രീയുടെ ഫണ്ട് കിട്ടത്തില്ലെന്നേ ഉള്ളൂ. ഇനി PM ശ്രീ കാലാതിവർത്തിയായി അങ്ങ് പോകുന്ന ഒരു സംഗതിയാണോ? അല്ല. 2027
മാർച്ച് 31 അതിൻ്റെ കാലാവധി അവസാനിക്കാണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ അവസാനിക്കുന്ന ഒരു പദ്ധതിയാണ്. ഇനി 7 മാസം 8 മാസമാണ് അതിനാകപ്പാടെ ബാക്കിയുള്ളത്. അതിനിടയിൽ ഇത് അവസാനിക്കും. അപ്പോൾ അങ്ങനെ ഒരു വിഷയത്തിൽ ഇന്ന് KM ഷാജിയോട് ചോദിക്കുകയാണ് മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച്, അല്ല ഈ പാർലമെന്റിൽ ഇങ്ങനെ വ്യക്തമായ ഒരു ഉത്തരം കിട്ടിക്കഴിഞ്ഞല്ലോ, ഇതിൽ നിന്ന് പിന്മാറിയ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ എന്താണ് നിങ്ങളുടെ തീരുമാനം എന്നുള്ളത്. അതായത് നമുക്കിവിടെ എന്താണ് പ്രശ്നം? സമഗ്ര ശിക്ഷാ അഭിയാൻ അടക്കമുള്ള മറ്റു പദ്ധതികളുടെ ഫണ്ട് തടഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ അത് മേടിച്ചെടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ PM ശ്രീ നടപ്പാക്കിക്കൊണ്ട് അവിടെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ പറ്റില്ല എന്ന് ഇടതു മുന്നണിയേക്കാൾ ഉറക്കെ പറയുന്നുണ്ടല്ലോ മുസ്ലിം ലീഗ് ആ കാലത്ത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ ലീഗിന് അതിനകത്ത് ആലോചിക്കാനൊന്നുമില്ല. അപ്പോൾ പിൻവാങ്ങിയാലും മറ്റൊന്നും സംഭവിക്കില്ല PM ശ്രീയിൽ നിന്ന് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ പിൻവാങ്ങുമോ എന്ന് ചോദിക്കുമ്പോൾ KM ഷാജി കസർത്ത് നടത്തുകയാണ്. ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് വീണ്ടും കസർത്ത് നടത്തുന്നു. അതല്ലാതെ അതിന് ഉത്തരം പറയാൻ അദ്ദേഹം കൂട്ടാക്കുന്നില്ല. അതിനാണ് ഉപസമിതി രൂപീകരിച്ചിരിക്കുന്നത്. അതിനുശേഷം ഉത്തരം പറയാമെന്ന്. അതിനകത്ത് എനിക്ക് ഏറ്റവും കൗതുകരമായി തോന്നി അദ്ദേഹം ഒരു സെന്റൻസ് കൂടി പറഞ്ഞു. ഏതെങ്കിലും ഒരു UDF കാരൻ പറഞ്ഞെന്ന് വെച്ച് ഞാൻ അതിനകത്ത് അഭിപ്രായം പറയുന്നത്. ആരാണ് ഈ ഏതെങ്കിലും ഒരു UDF കാരൻ? UDF കൺവീനർ. ഈ ഏതെങ്കിലും ഒരു UDF കാരൻ അദ്ദേഹം പറഞ്ഞത് UDF കൺവീനറെ കുറിച്ചാണ്, അടൂർ പ്രകാശിനെ കുറിച്ച് അദ്ദേഹം ഇന്നലെ പറഞ്ഞതിനെ കുറിച്ചാണ്. എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്? ഇതിൽ എന്ത് ഉത്തരവാദിത്തമാണ് ഇവർക്കുള്ളത്? ഇനി അതിനേക്കാൾ എന്നെ ഞെട്ടിച്ച 2 പ്രസ്താവനകൾ ഇന്ന് വന്നത്, ഒന്ന് രമേശ് ചെന്നിത്തലയുടെയും ഒന്ന് റോജി M ജോണിൻ്റെയുമാണ്. കാരണം രമേശ് ചെന്നിത്തല ഇന്ന് പറയുകയാണ് ഈ PM ശ്രീയിൽ ഒപ്പിട്ടു ആനുകൂല്യവും പറ്റി എന്ന്. അതായത് ഇന്നലെ നടന്നതൊന്നും അദ്ദേഹം അറിഞ്ഞിട്ടില്ല. അതായത് ഇതിൽ വ്യക്തത വന്ന കാര്യവും ജെബി മേത്തറുടെ ചോദ്യവും ഉത്തരവും വന്ന കാര്യവും ഒന്നും ഇന്ന് രമേശ് ചെന്നിത്തല അറിഞ്ഞിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് ഒപ്പമുള്ളവർ, അദ്ദേഹത്തെ അറിയിക്കാൻ ബാധ്യസ്ഥപ്പെട്ടവർ അത് അറിയിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടുകൂടിയാണല്ലോ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാകുന്നത്. അത് ഒപ്പിട്ടു, കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടു, അതിന്റെ ആനുകൂല്യവും പറ്റി എന്ന് മുമ്പ് VD സതീശൻ സർക്കാർ വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഷംസുദ്ദീൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് തെറ്റാണ് എന്നുള്ളത് ഏതായാലും തെളിഞ്ഞ കാര്യമാണ്. അങ്ങനെ വ്യക്തത വന്ന ഒരു വിഷയത്തിൽ വീണ്ടും ഈ തെറ്റിദ്ധാരണ പരത്തുന്ന മട്ടിൽ അർത്ഥസത്യങ്ങളോ അസത്യമോ പറഞ്ഞു പിന്നെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് ശരിയല്ല. കാരണം മുമ്പത്തെ പോലെ പണ്ടൊക്കെ സർക്കാരുകളുടെ കാലത്ത് ഇങ്ങനെ ഈ മന്ത്രിമാരൊക്കെ ഇങ്ങനെ ചില ചെപ്പടി വിദ്യകൾ കാണിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. ആ കാലം കഴിഞ്ഞുപോയി. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ അപ്പം കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാനും അതിനുള്ള മാർഗങ്ങളുണ്ട്. അത് ആളുകൾക്ക് മുന്നിൽ പകൽ പോലെ വ്യക്തമായി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതിൽ വീണ്ടും നമ്മളെ പറ്റിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത് ശരിയല്ല. അപ്പോൾ അത് കാരണം എന്താ, ഈ കാര്യത്തിൽ ജെബി മേത്തറും അബ്ദു വഹാബും വളരെ കൃത്യമായി നമുക്ക് മുന്നിൽ കാര്യങ്ങൾ എന്താണെന്നുള്ളത് വരച്ചിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ആ കാര്യത്തിലൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോയാൽ മതി. അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ ജെബി മേത്തർക്കും ഈ അബ്ദുൾ വഹാബിനും ഉത്തരം കിട്ടിയതിന് ശേഷമാണ് അടൂർ പ്രകാശിൻ്റെ പ്രതികരണം വരുന്നത് ഇതുമായിട്ട് മുന്നോട്ട് പോവുകയാണെന്നുള്ളത്. അങ്ങനെയാണ് UDFൻ്റെ ഒരു നിലപാട്, തീരുമാനം എന്നുള്ളത്. അതായത് അതപ്പോൾ എങ്ങനെയാണ് ശരിയാവുക? അതായത് ഇതിൽ നിന്ന് പിൻവാങ്ങിയാൽ കുഴപ്പമില്ല, ഇപ്പോൾ ഒപ്പിട്ട് കാശൊന്നും മേടിച്ചിട്ടില്ല. ഈ 2 കാര്യവും അറിഞ്ഞാൽ പിന്നെ ഈ കാര്യത്തിൽ ഉറച്ച നിലപാടുള്ള UDF സർക്കാരിന് പിന്നെ പിൻവാങ്ങുന്നതിന് വേറൊന്നും ആലോചിക്കാനില്ല, രണ്ടാമതൊന്നും ആലോചിക്കാനില്ല, പിൻവാങ്ങാം. കാരണം എന്താ, PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇത് നടപ്പാക്കണം. അതാണ് ആ പദ്ധതിയുടെ അടിസ്ഥാനം. അപ്പോൾ അത് നമുക്ക് പറ്റില്ല, വേണ്ട, ബാക്കി കാശ് തന്നാൽ മതി, ഞങ്ങൾ പരിപാടി മുമ്പോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകാവുന്നതേ ഉള്ളൂ. അതിന് പകരം ഇന്നലെ എന്തൊക്കെ കസർത്താണ് അടൂർ പ്രകാശ് കാണിച്ചതെന്ന് കൂടി ഓർക്കണം. അദ്ദേഹം എന്താ പറഞ്ഞത്? ഇത് പ്രാഥമികമായി സർക്കാരിൻ്റെ ഉത്തരവാദിത്വം എന്നുള്ളത് സംസ്ഥാനത്തിന് അവകാശപ്പെട്ട് ഫണ്ട് മേടിച്ചെടുക്കുക എന്നുള്ളതാണ്, അതിനു വേണ്ടിയിട്ടാണ് ഈ ഒപ്പിടുന്നതെന്നാണ്. അതായത് ഈ ഒപ്പിട്ടില്ലെങ്കിൽ കേന്ദ്രം കാശ് തരില്ല. ഇത് തന്നെയാണ് LDF സർക്കാരും പറഞ്ഞുകൊണ്ടിരുന്നത്. മറ്റ് കാശുകൾ ഇവന്മാർ പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്നുള്ളതാണല്ലോ ഇവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയാണല്ലോ ആ കാശ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് തന്ത്രപരമായി ഇവിടുത്തെ സിലബസിൽ അതൊന്നും നടപ്പാക്കാതെ അങ്ങ് മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ അടൂർ പ്രകാശ് പറയുന്നത് ഇത് തന്നെയാണ്, അതിനകത്ത് സംശയമൊന്നുമില്ല. ഇപ്പോൾ ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് ഞാനൊരു ചർച്ച കേട്ടപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധി ആ ചർച്ചയിൽ നിന്ന് പറയുന്നത് ഇത് തന്നെയാണ്. എന്താണ്? നമുക്കല്ല, ഇത് തന്നെയല്ലേ LDF സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ ഇവിടെ ഈ കരിക്കുലത്തിൽ കുഴപ്പമുണ്ടാക്കാത്ത രീതിയിൽ ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും, പൈസ മേടിച്ചെടുക്കാം എന്നുള്ളത്. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് കാര്യം. അതിനെ വേറൊരു തരത്തിൽ വളരെ വർഗീയമായൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കി മാറ്റുകയും അതിനെ എൻകാഷ് ചെയ്യുകയും ഒക്കെ ചെയ്തതിന് ശേഷമെങ്കിലും ഈ കാര്യത്തിൽ വ്യക്തതയോടെ ഉത്തരം പറയണം. രാഷ്ട്രീയം മുൻനിർത്തി തന്നെ നിലപാട് സ്വീകരിക്കണം. ഒരു രാഷ്ട്രീയമാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ പറഞ്ഞത്, ഒരു രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. ആ രാഷ്ട്രീയം ഏറ്റവും ഉറക്കെ പറഞ്ഞത് CPI ആണ്. ഇനി എന്തായിരുന്നു എന്നിട്ട് LDF സർക്കാർ അന്ന് സ്വീകരിച്ച സമീപനം? അതായത് ഇതിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. LDF സർക്കാർ എന്ന് പറയുമ്പോൾ യുവാസ്കി കൊടുത്ത കത്ത് എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. അത് ഈ സർക്കാരിന് ആശങ്കയുണ്ട്. CPI വിമർശനം ഉന്നയിച്ചപ്പോൾ, എതിർപ്പ് ഉന്നയിച്ചപ്പോൾ സ്വാഭാവികമായും ആ സർക്കാർ കൊടുത്ത കത്ത് എന്താ,
ഇതിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട്, അതുകൊണ്ട് മരവിപ്പിക്കുകയാണ്, തൽക്കാലം മുമ്പോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ വ്യക്തമല്ലേ, ക്ലിയർ അല്ലേ? അപ്പോൾ ആ രണ്ടാമത്, അതായത് എന്നിട്ട് ഒപ്പിട്ടതിനെക്കുറിച്ച് മാത്രം സംസാരിക്കുകയും ഞങ്ങൾക്കിതിൽ ആശങ്കയുണ്ട്, ഞങ്ങളിത് മരവിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ ആ ഒരു അത് മരവിച്ചിരിക്കുന്ന സംഗതി ഇനി മുമ്പോട്ടില്ല. 27-ൽ തീരുന്ന സാധനം മരവിപ്പിച്ചിരിക്കുന്നതാണെങ്കിൽ പിന്നെ അത് മുമ്പോട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ ഇതിൽ ഒപ്പിട്ടതാണ്, കാശ് മേടിച്ചതാണ്, ഇനി എങ്ങനെയെങ്കിലും ഇത്, അപ്പോൾ ഇതിങ്ങനെ എന്തെങ്കിലും തൊടുന്യായം പറഞ്ഞ് മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിന് ലീഗ് പിന്തുണ കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം. ഇന്നത്തെ KM ഷാജിയുടെ കസർത്തും അത് മാത്രമാണ്, അതിനപ്പുറത്തേക്കൊന്നുമല്ല.